UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കി ധവളപത്രം ഇറക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPA സർക്കാർ രാജ്യത്ത് ധന ദുർവിനിയോഗം നടത്തിയെന്ന് ആരോപിച്ചാണ് ഈ നീക്കം. ധവളപത്രം ഇറക്കുന്നതിന്റെ ഭാഗമായി പാർലമെന്റ് സമ്മേളനം ഒരു ദിവസത്തേക്ക് നീട്ടാൻ തീരുമാനിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ ശോഭനമല്ലെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വർദ്ധിക്കുന്ന കടം അടക്കമുള്ളവ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക സർവേ റിപ്പോർട്ടടക്കം പുറത്തുവിടാത്തത് ഈ സാഹചര്യത്തിലാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. ഇതിനു പിന്നാലെയാണ് UPA സർക്കാരിന്റെ കാലത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഇറക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 10 വർഷങ്ങൾക്കു മുമ്പ് അഴിമതിയും ക്രമക്കേടുകളും സ്വജനപക്ഷപാതവും രാജ്യത്തെ സമ്പത്തിനെ ഇല്ലാതാക്കിയെന്ന് ധനമന്ത്രി ആരോപിച്ചു. വലിയ ബാധ്യതകളാണ് ഈ ദുർവ്യയം വഴി രാജ്യത്തിനുണ്ടായത്. പ്രതിരോധ, ഭക്ഷ്യ, ഉപരിതല ഗതാഗത മേഖലകളിൽ അടക്കം കോടികൾ നഷ്ടമായി. ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വിവരിക്കുകയാണ് ധവളപത്രത്തിന്റെ ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഫെബ്രുവരി 9 വരെയാണ് പാർലമെന്റ് സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ധവളപത്രം ഇറക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇത് ഫെബ്രുവരി 10 വരെ നീട്ടും. 24 ഡൽഹി.